Everyone, welcome back to our channel. അപ്പോൾ ഞാൻ ഇന്ന് പുറത്തു വന്നിക്കാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു ഒരു നോ മേക്കപ്പ് ലുക്ക് ചെയ്യാമെന്ന്. വളരെ പെട്ടെന്ന് ചെയ്യുന്ന സംഭവമാണ്. ആകെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഹാൻഡിലും എല്ലാം അവിടെ തന്നെ ഇടാം. കാരണം ഞാൻ കുറേ സ്റ്റൈലിംഗ് ടിപ്സും വീഡിയോസും ഇനി തൊട്ട് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങുകയാണ് അതിലിട്ടോ. അപ്പോൾ അതിൽ വന്ന് ഇല്ലാത്തവർ ഫോളോ ചെയ്യണം. ഓക്കെ, സോ പിന്നെ എന്താണ്, അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നോയ്സസ് ഒക്കെ ഒന്ന് ഇഗ്നോർ ചെയ്യണം, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും നമുക്ക് അധികം വൈകിപ്പിക്കേണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് വീഡിയോ. ഹലോ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറച്ച് ഓയിൽ ഇടാൻ പോകണം. അതിന് മുന്നേ ഞാൻ മോയ്സ്ചറൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫേസൊക്കെ വാഷ് ചെയ്തിട്ടുണ്ട്, മോയ്സ്ചറൈസ് ചെയ്തിട്ടുണ്ട്. അത് ചെയ്യണം. അതിന് ശേഷം കുറച്ച് ഓയിൽ ഇടുന്ന കുറച്ച് ഗ്ലോയി ലുക്ക് കിട്ടാനാണെങ്കിൽ വേണമെങ്കിൽ സ്ട്രോക്ക് ക്രീം ഉപയോഗിക്കാം. എന്തായാലും പുറത്ത് പോകണമല്ലോ, അപ്പോൾ നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കാനായിട്ട് മറക്കരുത്. ഇത് വവിൻ്റെ വാട്ടർ സ്പ്രേ സൺസ്ക്രീനാണ്. ഞാൻ അതിൻ്റെ റിവ്യൂ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ യൂസ് ചെയ്യുന്നത് കുറച്ച് BB ക്രീമാണ്. അതേ, നമ്മളിൽ ഫൗണ്ടേഷൻ ഒന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ കുറച്ച് BB ക്രീം എടുത്തിട്ട് നമ്മുടെ കണ്ണിൻ്റെ മുകളിലും ചീക്സിലും നെറ്റിയിലും അങ്ങനെ കുറച്ച് ഡിസ്കളറേഷൻ ഉണ്ട് എന്നാൽ കുറച്ച് ബ്രൈറ്റൻഡായിട്ട് തോന്നിക്കുന്ന ഏരിയയിലൊക്കെ ഇട്ടിട്ട് കൈ വെച്ച് ബ്ലെൻഡ് ചെയ്യുക. കൈ നന്നിട്ട് ചൂടാക്കുക. എന്നിട്ട് വേണമെങ്കിൽ മാത്രം കൺസീലർ, അതും ഞാൻ 2-3 ഡോട്ടാണ് മാക്സിമം ഇടുന്നുള്ളൂ. കുറച്ച് കുഞ്ഞ് പാടുണ്ട്, അതുകൊണ്ടാണ് ഇട്ടത്. അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി ഞാൻ ലോറിയലിൻ്റെ ഒരു കോമ്പാക്റ്റാണ് എടുക്കുന്നത്. ഇതൊരു നല്ല കോമ്പാക്റ്റാണ്. ഞാൻ എല്ലാത്തിൻ്റെ ലിങ്കും പേരും ഷെയ്ഡൊക്കെ താഴെ കൊടുക്കാം കേട്ടോ. ഇനി ജസ്റ്റ് ഒരു സ്പൂൺ എടുത്തിട്ട് ബ്രോസ് നന്നായിട്ട് കോംബ് ചെയ്യുക. അതിനുശേഷം ഒരു ബ്രോ പെൻസിലോ പോമേഡോ എന്താണോ അവൈലബിൾ എടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. എൻ്റെ ബ്രോ ഷേപ്ഡൊന്നുമല്ല, അപ്പോൾ ഞാൻ ജസ്റ്റ് വരച്ചു കൊടുക്കുകയാണ്. അതിനനുസരിച്ച് നമുക്ക് ഷേപ്പ് ചെയ്യാം. ജസ്റ്റ് നമ്മളിത് കഴിഞ്ഞിട്ട് കോംബ് ചെയ്യും. ഓക്കെ, പിന്നെ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ലുക്കാണ്. ഞാൻ അത് പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നല്ലതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് പെട്ടെന്നൊക്കെ റെഡി ആവണമെന്നുണ്ടെങ്കിൽ ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ടാഗ് ചെയ്യണം കേട്ടോ, ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റോറീസിൽ. ഇനി ഞാൻ യൂസ് ചെയ്യുന്നത് ഇബ ഹലാലിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് ആക്ച്വലി. സോ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ന്യൂഡ് കളർ ഷെയ്ഡാണ്. അത് തന്നെയാണ് ഞാൻ ചീക്സിലും ലിപ്സിലും കണ്ണിൻ്റെ മുകളിലും മൂക്കിൻ്റെ ഒരു ടിപ്പിലും ചിന്നിലൊക്കെ ഇടുന്നത്. അപ്പോൾ നമുക്കൊരു കുഞ്ഞൊരു ഗ്ലോ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇതൊരു കുറേ കാലമായിട്ട് യൂസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുള്ള ബ്രാൻഡാണ്. റീസെൻറ്റ് പർച്ചേസാണ്. എൻ്റെ നൈക്ക ഹോൾ എന്തായാലും ഈ അടുത്ത് വരുന്നുണ്ടാവും. അതിലെന്തായാലും ഉണ്ടാവും ഈ സംഭവം. എല്ലാ പ്രോഡക്റ്റും വരാത്തത് കൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ചെയ്യാത്തത്. അപ്പോൾ എന്തായാലും നമുക്കത് വരുമ്പോൾ കാണാനായിട്ട് മറക്കരുത്. അപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതിടുമ്പോൾ എന്താ വെച്ചാൽ ഒരു റോസി ഗ്ലോ, നല്ലൊരു എന്താ പറയുക ഒരു ഗ്ലോ കിട്ടും ഫേസിന് ഓവറോൾ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഞാനൊരു കേളർ വെച്ചിട്ട് കേൾ ചെയ്യാണ്. നമ്മൾ മസ്കാര ഒന്നും ഇടുന്നില്ല. കണ്ണ് കുറച്ചും കൂടെ വേക്കപ്പായിട്ട് തോന്നാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് കേൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ ജസ്റ്റ് വിരലിങ്ങനെ ചൂടാക്കിയിട്ട് കണ്ണിൻ്റെ മുകളിലൊന്നും ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് കേളായിട്ടിരിക്കും. പക്ഷേ എപ്പോഴും കേളർ ഉള്ളത് നല്ലതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കംപ്ലീറ്റഡ് ലുക്ക്. ഇതാണ് സൺലൈറ്റിൽ കാണാൻ. അപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇതിൽ ഫിൽറ്റേഴ്സ് ഒന്നും ഇട്ടിട്ടില്ല. ഇത് അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ പറയാം. സിമ്പിളായിട്ട് കുറച്ച് സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്താണ് തോന്നിയതെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ പറയണം. വേണമെങ്കിൽ ഒരു വിംഗ് ലൈനറും കൂടെ ആഡ് ചെയ്യാം, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു സംഭവം വൈൻഡപ്പ് ചെയ്യാം. ഇന്നപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ, നോ പ്രോബ്ലം. പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അവിടെ കാണുന്ന ബെൽ ബട്ടണിൽ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ഇടണം. എന്നാലാണ് ഞാനിടുന്ന നോട്ടിഫിക്കേഷൻസും പോസ്റ്റും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. പിന്നെ മുന്നേ പറഞ്ഞ പോലെ തന്നെ ബാക്കി സോഷ്യൽ മീഡിയാസിലും പോയി ഫോളോ ചെയ്യുക. സോ ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.